ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ ബോർഡർ ചിക്കൻ്റെ ആ ഒരു ഏരിയയിലാണ് വന്നേക്കുന്നത്. ബോർഡറാണ് സ്ഥലപ്പേര്. നമ്മളിപ്പം ഹോട്ടലിൽ അവരോട് തിരക്കിയപ്പോൾ പറഞ്ഞത് ബോർഡർ എന്നാണ് ഈ സ്ഥലപ്പേര് അറിയപ്പെടുന്നത്. അപ്പം തെങ്കാശിയിലെത്തിയപ്പോൾ ബോർഡർ ചിക്കൻ കഴിക്കാൻ വേണ്ടി കയറിയാണ്. പക്ഷേ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഒരു കൊച്ചൊരു കടയിൽ കയറിയതാണ്. അപ്പം ഇവിടെ കഴിക്കാൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പൊറോട്ട, ചിക്കൻ ഈ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ. പിന്നെ മട്ടൻ്റെ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഫുഡാണ്. പിന്നെ ബൺ പൊറോട്ടയും പിന്നെ അതുപോലെ പെപ്പർ ചിക്കനും ഐറ്റംസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് 4 പൊറോട്ടയും പിന്നെ ഒരു പെപ്പർ ചിക്കനും മേടിച്ച് 130 രൂപയായുള്ളൂ. അപ്പം ബോർഡർ ചിക്കൻ്റെ കടയിൽ ചെല്ലുവാണെങ്കിൽ ഏകദേശം ഒരു 250 രൂപയാവും നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ. അപ്പം എന്തായാലും ഇവിടുന്ന് കഴിക്കാൻ നേരത്തെ അങ്ങനെ കയറിയതാണ്. അങ്ങനെ 4 പൊറോട്ടയും അതിൻ്റെ കൂട്ടത്തിൽ ഗ്രേവിയൊക്കെ വന്നു. ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല ഗ്രേവിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പെപ്പർ ചിക്കൻ എങ്ങനെ ഫസ്റ്റ് നോക്കട്ട്. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെപ്പർ ചിക്കൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ കേരളത്തിൽ നിന്നൊക്കെ പെപ്പർ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. ഐറ്റം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ട്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാധനം എത്തിയിരിക്കുകയാണ് പെപ്പർ. അപ്പോൾ കുറച്ച് കരിഞ്ഞോ എന്നൊക്കെ തോന്നുന്നു. എന്തായാലും പെപ്പർ ചിക്കൻ ഈ ഒരു കളറാണ് വരുന്നത്. കാരണം ഈ കുരുമുളക് ഇട്ട് ഈ വരട്ടുമ്പോഴത്തേക്കിന് ഈ ഒരു കളറാവും. അപ്പം അതാണ് ഈ ഒരു ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ചിക്കൻ പിടിച്ച് സാധനം തന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ സംഭവമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ വന്നത് നമ്മുടെ കൊല്ലത്തെ പിന്നെ MS-ൻ്റെ ചായക്കടയിലാണ്. കൊല്ലം ഉടനാവട്ടം ചുങ്കത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. MS-ൻ്റെ ചായക്കട എന്ന് പറയുന്നത് ഫേമസ് ചായക്കടയാണ്. കുറേ യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ നേരെ ചെങ്കോട്ടയിൽ നിന്ന് നേരെ വന്നത് ഞാൻ നേരെ കൊട്ടാരക്കരയിൽ നിന്ന് ചുങ്കത്രയിലാണ്. ചുങ്കത്ര കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീടൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ വന്ന് എന്തായാലും പൊറോട്ടയും ബീഫ് കഴിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് കൂട്ടി. അങ്ങനെ ഇവിടുത്തെ പൊറോട്ടയും ബീഫ് കറിയും, നല്ല ചൂട് പൊറോട്ടയും നല്ല ചൂട് ബീഫ് കറിയും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ചായ അടിച്ച് കഴിഞ്ഞാൽ വീട്ടിലുമാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞാൻ വേറൊരു കടയിൽ കയറി. അത് എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് കയറിയതാണ്. അവനും ഞാനും കൂടെ വെളിയത്ത് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. അവിടുന്ന് പൊറോട്ടയും ബീഫും എൻ്റെ പൊന്നു വച്ചാൽ കിട്ടില്ലാണ് കേട്ടോ. ഞാൻ ഒന്നും പറയാനില്ല. തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഫുഡ് വേറെ ലെവലാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.